സോ ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. ഇന്ന് എനിക്ക് വെക്കേഷനാണ്. ഈസ്റ്ററിൻ്റെ ഒക്കെ ഹോളിഡേയ്സ് ആയിട്ട് എനിക്ക് 4 days വെക്കേഷൻ ആയിട്ടുണ്ട്. മോർണിംഗ് ഞാനിപ്പോൾ എണീറ്റിട്ടൊരു 1.5 hour കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ടൈം 12:30 ആയിട്ടുണ്ട്. ഓൾമോസ്റ്റ് എനിക്ക് ജിമ്മിൽ പോകാനുള്ള ടൈം ആയിട്ടുണ്ട്. മോർണിംഗ് ഞാൻ എണീക്കുമ്പോൾ തന്നെ ചിയാ സീഡ് കുടിക്കും. പിന്നെ അതുപോലെ തന്നെ മോർണിംഗ് തന്നെ എനിക്കൊരു ടീ നിർബന്ധമാണ്. സോ ചിയാ സീഡ് കുടിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ടീ കുടിക്കുന്നത്. മിൽക്ക് ടീ ആയിരിക്കും. അത് കഴിഞ്ഞ് ഞാൻ പ്രീ വർക്കൗട്ടായിട്ട് 2 ദോശയും കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നേരം ലാപ്പിൽ 2-3 വീഡിയോസൊക്കെ യൂട്യൂബിലെ വീഡിയോസൊക്കെ കണ്ടിരുന്നു. ഇനി എനിക്ക് വർക്കൗട്ട് ചെയ്യാൻ പോകണം. സോ വർക്കൗട്ട് ചെയ്യാൻ പോകുന്നതിന് മുന്നേ ഞാൻ ക്രിയാറ്റിൻ കുടിക്കും. സോ ക്രിയാറ്റിൻ കുടിച്ച് ഞാൻ വർക്കൗട്ട് ചെയ്യാൻ പോകും. ഇന്നിവിടെ ഭയങ്കര റെയിൻഫോളാണ് കേട്ടോ. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് ക്യാമറയിൽ എത്രത്തോളം അത് വിസിബിൾ ആണെന്ന് എനിക്കറിയില്ല. നല്ല രീതിക്ക് മഴ പെയ്യുന്നുണ്ട്. പക്ഷേ ഇത് അത്രയ്ക്ക് തണുപ്പൊന്നുമില്ല. ക്ലൈമറ്റൊക്കെ ഇങ്ങനെ ചൂടായിട്ട് വരണേണ്. ഇപ്പോൾ ഇവിടെ ടൈം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 12:35 ആയിട്ടുണ്ട്. സോ ഞാൻ പുഷപ്പ് ബോർഡില്ലേ, പുഷപ്പ് ബോർഡ് എടുത്ത് വെച്ചേക്കണേണ്. 2-3 പുഷപ്പൊക്കെ ചെയ്തിട്ട് ജിമ്മിൽ പോകാമെന്ന് ആലോചിച്ച്. ബിക്കോസ് ഇന്ന് എനിക്ക് കോർ ഡേ ആണ്. അപ്പോൾ ഭയങ്കര ഡിഫിക്കൾട്ടായിട്ടുള്ള ഒരു പുഷപ്പാണ് ഈ ഷോൾഡറിൻ്റെ ഈ ഒരു പോർഷൻ വെച്ചിട്ട് ചെയ്യുന്നത്. സോ ഇത് ഞാൻ ഈ പുഷപ്പ് ബോർഡ് ഞാൻ തെമൂന്നാണ് ഓർഡർ ചെയ്തത്. ഓക്കെ, ചെയ്ത് നോക്കട്ടെ. ഭയങ്കര പാടാണ്. ഞാൻ നേരത്തെ 3 എടുത്തുള്ളായിരുന്നു. ഇപ്രാവശ്യം 5 എടുക്കണമെന്നുണ്ട്. നോക്കാം. നാലെണ്ണം പോയുള്ളൂ. സോ ഞാൻ ക്രിയാറ്റിൻ ഇപ്പോൾ കുടിച്ചുകൊണ്ടിരിക്കണേണ്. ക്രിയാറ്റിൻ കുടിച്ച് ഒരു 5 minutes റെസ്റ്റ് ചെയ്തിട്ട് ഞാൻ റെഡി ആയിട്ട് ജിമ്മിൽ പോകും. സോ ഫൈനലി ഞാൻ റെഡിയായി. ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം, ജിം കോസ്റ്റ്യൂം. ഇന്ന് ഞാൻ വെയർ ചെയ്യുന്നത് ഇതാണ്. ഈ ഒരു ടോപ്പും ഈ ഒരു ജിം പാൻറ്റുമാണ് ഞാൻ വെയർ ചെയ്യുന്നത്. ഞാൻ ഈ ഒരു ജാക്കറ്റും വെയർ ചെയ്യും. വൈ ബിക്കോസ് ഇവിടെ നല്ല തണുപ്പാണ്. ഞങ്ങളുടെ അപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് 6th floorലാണ്. സോ ഇവിടെ നിന്ന് 6th floorൽ നിന്ന് ഞങ്ങൾക്ക് ലിഫ്റ്റ് ഉണ്ട്. ലിഫ്റ്റ് കയറി താഴേക്ക് പോകണം. ഓക്കെ, പറഞ്ഞ പോലെ തന്നെ നല്ലോണം മഴയൊക്കെ പെയ്ത് ഫുള്ള് വെള്ളമിട്ട് കിടക്കണേണ് റോട്ടിൽ. നല്ല തണുപ്പുണ്ട് കേട്ടോ. ഞാൻ ഈ ജാക്കറ്റ് എടുത്തിട്ടത് എന്നാലും നന്നായി. കഴിഞ്ഞ തവണ ഞാൻ ഒരു ക്ലോത്തിൻ്റെ ഒരു ഹുഡി പോലത്തെ ഒരെണ്ണം ഇട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇന്നലെ ഇറങ്ങിയപ്പോൾ നല്ല തണുപ്പായിരുന്നു. അതിൽ ലാസ്റ്റ് എത്തില്ല തണുപ്പ്. ഇത് നല്ല കംഫർട്ടബിളാണ്. ഞാൻ ഇട്ടേക്കുന്ന ജാക്കറ്റ് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് വാങ്ങിയ ജാക്കറ്റാണ്. സോ ഇത് അത്യാവശ്യം നല്ലോണം ചൂട് നിൽക്കും. സോ ഇത് നല്ല കംഫർട്ടബിളാണ്. ഇനി ഇവിടെ നിന്നൊരു 3 minutes വാക്ക് ഉണ്ട് ബസ് സ്റ്റോപ്പിലേക്ക്. അവിടെ നിന്ന് ബസ് പിടിച്ച് 2 സ്റ്റോപ്സ് കഴിയുമ്പോഴാണ് എൻ്റെ ജിമ്മ്. സോ നമുക്ക് അങ്ങോട്ടേക്ക് നടക്കാം, ബസ് സ്റ്റോപ്പിലേക്ക് നടക്കാം. ഓക്കെ, ഇപ്പോൾ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടോ. ഒരു കുട്ടീനെ, ഇവിടുത്തെ ജോർജിന് ഒരു കുട്ടീനെ ഇവിടുത്തെ തെരുവ് നായ കടിക്കാൻ വേണ്ടിയിട്ട് ഓടിച്ചിട്ട് ഞാൻ പോയിട്ട് ഈ ട്രൈപ്പോഡ് എൻ്റെ കയ്യിലുണ്ടല്ലോ. സോ അത് കാരണം ഞാൻ ട്രൈപ്പോഡ് എടുത്തിട്ട് അതിനെ ഓടിച്ച്. അപ്പോൾ ആ കുട്ടി നല്ലോണം പേടിച്ചായിരുന്നു. എന്തല്ലേ, ഇവിടെ ഭയങ്കര ഡോഗ്സിൻ്റെ ശല്യം കൂടുതലാണ് കേട്ടോ. ഭയങ്കര സീനാണ് ഇവിടെ ഡോഗ്സ്. സോ മറ്റേ ആ കൊച്ചിനെ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും മറ്റേ നന്മയുള്ള ലോകമേ ആ പാട്ടൊക്കെ മൈൻഡിൽ വരുന്നുണ്ട്. അതെന്താണെന്തോ ആ പട്ടീനെ ആക്ച്വലി ഞാനിവിടെ റെഗുലറായിട്ട് കാണുന്നതാണ്. ഈ സ്ട്രീറ്റിൽ ഞാൻ റെഗുലറായിട്ട് കാണുന്ന ഒരു പട്ടിയാണ്. അതങ്ങനെ ആക്രമിക്കാറില്ല. എനിക്ക് അറിഞ്ഞൂടാ. ഇനിയിപ്പോൾ ആ കുട്ടി പോയിട്ട് എന്തെങ്കിലും ഉപദ്രവിക്കാൻ ശ്രമിച്ചതാണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എന്താണെങ്കിലും ആ പട്ടി ഇപ്പം എൻ്റെ പുറകെയാണോ എൻ്റെ ദൈവമേ. പക്ഷെ ഇത് നല്ല പട്ടിയുണ്ടോ. ഇതിൻ്റെ കൂടാണ് ഈ കാണുന്നതൊക്കെ ഇവർ ബിൽഡ് ചെയ്ത് കൊടുത്തേക്കുന്നത്. ഇതായാണ്. പക്ഷെ ഇത് ആ കൊച്ചെന്തെങ്കിലും അടിക്കാൻ എന്തെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ, അതായിരിക്കും അതിനെ ഓടിച്ചിടാൻ നോക്കിയത് മേ ബി. ഞാൻ ബസ് സ്റ്റോപ്പിലെത്തിയതും ബസ് വന്നിട്ടോ. എന്താ ഇനിയിപ്പോൾ അത് ഓടിക്കയറണം, ഇല്ലെങ്കിൽ അത് നിർത്തത്തില്ല.
നമുക്ക് ഈ ഒരു കാർഡ് ഉണ്ടല്ലോ, ഇവിടുത്തെ എല്ലാ ജിമ്മിലെ മെമ്പേഴ്സിനും ഉണ്ടാവും. സോ ഈ കാർഡ് നമ്മൾ എക്സ്പയർ ആവുന്നുണ്ടെങ്കിൽ, നമ്മൾ ഫീസ് അടച്ച ദിവസം എക്സ്പയർ ആവുന്നുണ്ടെങ്കിൽ ഈ കാർഡിൽ നമ്മൾ അവിടെ ടാപ്പ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. ഈ കാർഡ് അവിടെ ടാപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് ലോക്കറിൻ്റെ കീ കിട്ടത്തുള്ളൂ. ഇവിടെ ജിമ്മിൽ ഇടാൻ വേണ്ടിയിട്ട് വേറെ ഷൂസാണ് കേട്ടോ. ഞാൻ ഈ ഇട്ട ഷൂസ് ഇവിടെ തന്നെ പോയി വരും. സോ നമ്മുടെ ഇന്നത്തെ വർക്കൗട്ട് കഴിഞ്ഞു. ഇന്നെനിക്ക് കോർഡേ ആയിരുന്നു. ലൈക്ക് ഇന്ന് വന്നപ്പോൾ ആക്ച്വലി ഒരുപാട് തിരക്കുള്ള പോലെ തോന്നിയായിരുന്നു. പക്ഷേ വർക്കൗട്ട് ഒരു ഹാഫൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ഒട്ടും തിരക്കുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോവാം, റെഡി ആയിട്ട് വീട്ടിലേക്ക് പോവാം. ഇന്നത്തെ വർക്കൗട്ട്സ് ഒക്കെ കഴിഞ്ഞു. ഈ ജിമ്മിലെ ഷൂസ് എപ്പോഴും ഞാനിവിടെ ഒരിക്കലും പുറത്തിടാറില്ല, ജിമ്മിൽ മാത്രമേ ഇടാറുള്ളൂ. സോ അത് ഞാൻ കൊണ്ടുവന്ന പോലെ തന്നെ കൊണ്ടുപോകും. ഇട്ടുകൊണ്ട് വന്ന ഷൂസായിരിക്കും ഞാൻ ഇടുന്നത്. ഓക്കെ, പുറത്തൊടുക്കത്തെ മഴയുണ്ടോ, നല്ല മഴയാണ്. ഞാൻ വന്നപ്പോൾ ഇത്ര മഴയൊന്നും ഉണ്ടായിരുന്നില്ല, ഇപ്പം നല്ല മഴ പെയ്യുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് ബസ് കയറട്ടെ കേട്ടോ. സോ യാ, ഫൈനലി ഞാൻ എൻ്റെ അപ്പാർട്ട്മെൻറ്റിലെത്തി. ഇനി എനിക്ക് ഫുഡ് കഴിക്കണം. ഫുഡ് ഇന്ന് ദോശയാണുള്ളത്. കാർബായിട്ട് ദോശ കഴിക്കും. പിന്നെ പ്രോട്ടീനായിട്ട് ചിക്കൻ ഉണ്ട്. അയ്യോ സോറി, ക്യാമറ ഇതായി. സോ കാർബായിട്ട് ദോശയുണ്ട്, പിന്നെ പ്രോട്ടീനായിട്ട് ചിക്കൻ കഴിക്കും. ചിക്കൻ കറിയാണ് വച്ചേക്കുന്നത്. സോ ഞാൻ നോർമലി കഴിക്കുന്നത് 1 kg ചിക്കൻ 2 days ആയിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ 320 സംതിങ് ഗ്രാം ഓഫ് പ്രോട്ടീൻ, അത് ബ്രസ്റ്റ് പീസാണ്. അപ്പോൾ 320 സംതിങ് ഗ്രാം ഓഫ് പ്രോട്ടീൻ എനിക്ക് 2 days കൊണ്ട് കിട്ടും. അത് മതി, ധാരാളം മതി, പ്രോട്ടീനായിട്ട് അത് മതി. സോ ഇതെൻ്റെ ഫസ്റ്റത്തെ വ്ളോഗ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ വ്ളോഗ് ഇവിടെ വെച്ച് കട്ട് ചെയ്യാം. ഇനി എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ അതിനൊന്ന് പഠിക്കാനുള്ള സാധനങ്ങളൊക്കെ പഠിക്കണം, യൂണിവേഴ്സിറ്റിയിലേക്ക് വേണ്ടിയിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ വീഡിയോസ് എഡിറ്റ് ചെയ്യണം, ഇൻസ്റ്റയിൽ അപ്ലോഡ് ചെയ്യണം, അങ്ങനത്തെ കുറച്ച് പരിപാടികളും പിന്നെ ഫുഡ് അടിക്കലും ആണ് ഇന്നത്തെ മെയിനായിട്ടുള്ള കലാപരിപാടികൾ എന്ന് പറയുന്നത്. ഹോളിഡേയ്സ് ആയതുകൊണ്ട് തന്നെ അത്രയ്ക്ക് സ്ട്രെസ്സില്ല. ഡേയ്സൊക്കെ പതുക്കെയാണ് പോണത്. യൂണിവേഴ്സിറ്റി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും. ദിവസം പോണതേ അറിയത്തില്ല. എല്ലാം ഭയങ്കര മെസ്സി ആയിട്ടുള്ള ഒരു ഡേയ്സ് ആയിരിക്കും യൂണിവേഴ്സിറ്റി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. സോ യാ, ഫസ്റ്റത്തെ ഡേ ആയതുകൊണ്ട് നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഇന്ന് ഇൻക്ലൂഡ് ചെയ്താൽ മതി എന്നാണ്. സോ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.